വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു വനമാം സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിതബലിയിതുമോകാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു വനമാം സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിതബലിയിതുമോകാം. അന്നാ പെസഹാനാളിൽ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകീടാം. അന്നാ പെസഹാനാളിൽ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകീടാം. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരാക്കിയ ബലിയർപ്പിക്കാം. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരാക്കിയ ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു വനമാം സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിതബലിയിതുമോകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, 40 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആനന്ദഭരിതരായി കർത്താവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ചത്. മറിയവും യൗസേപ്പും വഴി യേശു ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടത് ഭാഗ്യമായ നിയമാനുഷ്ഠാനത്തിലൂടെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ അവിടുന്ന് കണ്ടുമുട്ടിയതുമായ ഭാഗ്യപ്പെട്ട ദിനമാണ്. പരിശുദ്ധാത്മാവാൽ പ്രചോദിതരായ ഭാഗ്യപ്പെട്ട ശമയോനും അന്നായും ദേവാലയത്തിലെത്തി അതേ ആത്മാവാൽ പ്രശോഭിതരായി അവർ കർത്താവിനെ തിരിച്ചറിയുകയും ആഹ്ലാദപൂർവ്വം അവിടുത്തെ ഏറ്റു പറയുകയും ചെയ്തു. അതുപോലെ നമുക്കും പരിശുദ്ധാത്മാവാൽ ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായി ദേവാലയത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് അവിടുത്തെ ദർശിക്കുകയും അവിടുന്ന് മഹത്വത്തോടെ വരുന്നത് വരെ അപ്പം മുറിക്കലിൽ അവിടുത്തെ തിരിച്ചറിയുകയും ചെയ്യാം. രക്ഷകനെ കുറിച്ച് ശമയോൻ പ്രവചിക്കുന്നത് അവൻ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും എന്നാണ്. രക്ഷയുടെയും രക്ഷകന്റെയും പ്രത്യേകത അതാണ്. വീഴ്ചയും ഉയർച്ചയും ഉൾക്കൊള്ളുന്നതാണ്. നിന്റെ ജീവിതത്തിലെ ഉയർച്ചകളിൽ മാത്രമല്ല, വീഴ്ചകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും അനുഭവിക്കുവാനും കാണുവാനും സാധിക്കണം. അപ്പോഴാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഇന്ന് നമ്മുടെ 2 കുഞ്ഞുമക്കൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട്, ആദ്യമായി കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ തിരുവോസ്തിയിൽ യേശുവിനെ കണ്ട് വളർന്ന ഈ മക്കൾ യേശുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ നാഥനായ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി കാത്തു നിൽക്കുകയാണ്.
ഈ കുഞ്ഞുങ്ങളെയും ഈ ബലിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ മാതാപിതാക്കളെയും കുട്ടികളെ ഒരുക്കി കൊണ്ടുവന്ന അധ്യാപകരെയും എല്ലാം നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രക്ഷകനെ ദർശിക്കുവാനായിട്ട് നമുക്കും തിരികെ കത്തിച്ച് ആഘോഷമായിട്ട് ദേവാലയം ചുറ്റി ദേവാലയത്തിനകത്ത് നമുക്ക് പ്രവേശിക്കാം. അൾത്താര പാലകന്റെ പിന്നിലായിട്ട് 2 ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾ, അതിനുശേഷം സ്ത്രീകൾ, പിന്നെ പുരുഷന്മാർ 2 വരിയായിട്ട് നമ്മൾ പതിവ് പോലെ ദേവാലയം ചുറ്റി അകത്ത് പ്രവേശിക്കും. നീ എന്ന ഭയമല്ലേ
നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടവും ആരംഭവുമായ ദൈവമേ, ഈ ദിനം നീതിമാനായ ശിമയോന് ജനതകളുടെ വെളിപാടിലേക്കുള്ള പ്രകാശം അങ്ങ് കാണിച്ചു കൊടുത്തുവല്ലോ. അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങേ ജനത്തിൻ്റെ ഭക്തകൃത്യങ്ങൾ സ്വീകരിച്ച് അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരികൾ അങ്ങേ ആശീർവാദത്താൽ വിശുദ്ധീകരിക്കാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ പുണ്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് അക്ഷയജ്യോതിസിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, Mahima
ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാംസം ധരിച്ച് അങ്ങേ ജാതനായ ഏകപുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പോലെ ഞങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് സമർപ്പിതരാകാൻ അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എല്ലാവരും തിരികെ അണച്ചിട്ട് ഇരിക്കുക. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഭവിഷ്യനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിന്റെ വചനം. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനായ കർത്താവ് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവൻ നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവ് കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും
കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശമേദ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുളച്ചു കയറുകയും ചെയ്യും. ഹനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജാതനായ ഏകപുത്രൻ കളങ്കമറ്റ കുഞ്ഞാടായി ലോകത്തിന്റെ ജീവന് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ ബലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവോട് ഈ പ്രാർത്ഥന കേട്ടതുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദിയും പ്രകാശിപ്പിക്കാൻ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയോടുകൂടെ നിത്യനായ അങ്ങേ പുത്രൻ ഈ ദിനം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവിടുന്ന് ഇസ്രായേലിന്റെ മഹത്വവും ജനതകളുടെ പ്രകാശവുമായി ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ടു. ആകയാൽ ഞങ്ങളും അങ്ങേ രക്ഷയിലേക്ക് സന്തോഷത്തോടെ വന്നണഞ്ഞ് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിരാമം ഘോഷിച്ചുകൊണ്ട് അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
ആകയാൽ കർത്താവെ അവിടുത്തെ മരണം ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസുഭാഗ്യ മെത്രാപ്പൊലീത്തയോടും സഹായമെത്രാനായ ക്രിസ്തുദാസ് പിതാവിനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നന്നു വേണ്ടുന്നു ദാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കരുത്. ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ, കർത്താവേ, ശമീയോന്റെ പ്രതീക്ഷ സഫലമാക്കിയ അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നത് വരെ മരണം കാണുകയില്ലെന്ന ഭാഗ്യം ലഭിച്ച ശമീയോനെ പോലെ ഞങ്ങളും കർത്താവിനെ എതിരേൽക്കാൻ വന്നണഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.